നമസ്കാരം. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് കൂട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമരം ചെയ്യാൻ നാണമില്ലേ കോൺഗ്രസുകാരെ? സത്യത്തിൽ നിങ്ങൾക്കതിന് അർഹതയുണ്ടോ? ഇലക്ട്രിസിറ്റി ബില്ലിൽ ആദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഷോക്ക് നൽകിയത് UDF സർക്കാരാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അക്കാര്യം ജനങ്ങൾക്ക് പക്ഷേ ഓർമ്മ കാണും. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടി ഉപഭോക്താക്കളെ ഷോക്ക് അടിപ്പിച്ചത് സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ്. 2011-16 ഭരണ കാലയളവിൽ 49.2% നിരക്ക് വർധന. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു UDF സർക്കാരിന്റെ ഈ പകൽക്കൊള്ള. 2012 ജൂലൈ 1 മുതൽ 29.5% നിരക്ക് കൂട്ടി ഗാർഹിക ഉപഭോക്താക്കളെയും വ്യവസായങ്ങളെയും സർക്കാർ ഒരുപോലെ പിഴിഞ്ഞു. കാർഷിക മേഖലയെയും ജീവകാരുണ്യ സ്ഥാപനങ്ങളെയും പോലും വെറുതെ വിട്ടില്ല. സബ്സിഡി പോലും അനുവദിച്ചില്ല. 8 മാസത്തിന് ശേഷം വീണ്ടും വർദ്ധിപ്പിച്ചു. 2013 മെയ് 1 മുതൽ 8.3% വർധന. 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ₹1.50 41 മുതൽ 80 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ₹2.40 ഏകോപിപ്പിച്ച് മൊത്തം യൂണിറ്റിനും കൂടി ₹2.20 ആക്കിയതോടെ 40 മുതൽ 80 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇരുട്ടടിയായി. 2014-15 11.4% വൈദ്യുതി നിരക്ക് ഉയർത്തി. ചരിത്രത്തിൽ ആദ്യമായി ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടിയ വർധന വന്നതും അക്കാലത്താണ്. ഉപയോഗത്തിനനുസരിച്ച് നിരക്ക് വർദ്ധിക്കുന്ന സ്ലാബ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി ഉപഭോക്താക്കളെ ഉയർന്ന സ്ലാബിലേക്ക് മാറ്റി. വൈദ്യുതി ഇല്ലാതെ മണിക്കൂറുകളോളം ജനങ്ങൾ വലയുന്നതിനിടെയായിരുന്നു 3 തവണ നിരക്ക് വർദ്ധിപ്പിച്ച് UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടി. എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് ആകെ 21.68% മാത്രമാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. 2017 4.77%, 2019 7.32%, 2022 6.59%, 2023 3%വുമാണ് വർദ്ധിപ്പിച്ചത്. സത്യത്തിൽ ജനദ്രോഹ നയങ്ങൾ അത്രയും നടപ്പിലാക്കി ജനങ്ങളെ പറ്റിച്ചത് ആരാണ്? വൈദ്യുതി നിരക്കിൽ ഇപ്പോൾ ആകെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 16 പൈസയാണ്. ഇതിനെയാണ് ജനദ്രോഹ നയങ്ങൾ എന്ന് പറഞ്ഞ് ജനങ്ങളെ സർക്കാരിനെതിരെയാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നതിനനുസരിച്ച് ചിലർ വായ തുറക്കുന്നതെന്നും ഒട്ടും മനസ്സിലാകുന്നില്ല. ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയും ഇളവുകളേറെയും നിലനിർത്താനുമാണ് വൈദ്യുതി നിരക്കിൽ നേരിയ വർധന നടത്തിയത്. കേന്ദ്ര നയം കാരണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്നതിന്റെ ചെലവ് വർദ്ധിച്ചതും ഉപഭോഗം കൂടിയതിനാലും നേരിടുന്ന വലിയ ബാധ്യത കുറയ്ക്കാനാണ് ഈ നടപടി. 1000 വാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപഭോഗവുമുള്ള BPL ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിരക്ക് വർദ്ധിക്കില്ല. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയവരുടെ താരിഫും വർദ്ധിപ്പിച്ചിട്ടില്ല. BPL കുടുംബങ്ങളിലാകട്ടെ അർബുദ രോഗികളോ അംഗവൈകല്യമോ ഉണ്ടെങ്കിലും നിരക്ക് വർധനമുണ്ടാകില്ല. ഈ ആനുകൂല്യം ലഭിക്കാനുള്ള കണക്റ്റഡ് ലോഡിന്റെ പരിധി 1000 കിലോ വാട്ടിൽ നിന്ന് 2000 കിലോ വാട്ടാക്കി. അപകടങ്ങളിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കും പോളിയോ ബാധിതർക്കും മാത്രമായി ലഭിച്ചിരുന്ന ആനുകൂല്യം അംഗവൈകല്യമുള്ള എല്ലാവർക്കുമാക്കി. ഇതൊന്നും ആരും പറഞ്ഞറിഞ്ഞ് കാണില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്കും തുടരുക തന്നെ ചെയ്യും. 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികൾക്ക് നിരക്ക് 10% കുറയുന്നുണ്ട് എന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചു കാണുമോ ആവോ? വൈദ്യുതി നിരക്കിലെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചാൽ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നീതിയുക്തമായ സമീപനം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.